ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വണ്ടിയെ പറ്റി മാത്രമല്ല, നമ്മുടെ വണ്ടിയുടെ ഇഞ്ചിൻ ഹെൽത്തിനെ കുറിച്ചും കൂടെയാണ് കേട്ടോ. ഇപ്പോൾ അറിയാം, മാർക്കറ്റിൽ E20 ഫ്യൂൽസ് ആണല്ലോ വരുന്നത്. അതുമൂലം കൊണ്ട് നമ്മുടെ വണ്ടിക്ക് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്യൂവൽ ടാങ്ക്, ഫ്യൂവൽ പമ്പ്, ഫ്യൂവൽ റെയിൽസിനൊക്കെ തുരുമ്പ് വരാൻ ചാൻസ് ഉണ്ട്. സോ എൻ്റെ റിറ്റ്സിനും ചെറിയൊരു മിസ്ഫയറും ഐഡിയൽ ഇഷ്യൂസും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മോസ്റ്റ്ലി കോൾഡ് സ്റ്റാർട്ടിലും സർട്ടൻ RPMലായിട്ടും എനിക്കിത് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. സർവീസ് സെൻറ്ററിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എറേഴ്സും ഒന്നും തന്നെ കാണിച്ചില്ല. സോ ചാൻസ് ഉണ്ട് ഇതൊരു E20 ഇഷ്യൂസ് കൊണ്ട് വന്നതാണോ അല്ലേന്ന്. സോ നമുക്കിത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? നമുക്കെങ്കിൽ ഫ്യൂൽ അഡിക്റ്റീവ്സ് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ പ്രീമിയം പെട്രോൾസ് ഒക്കെ ഇല്ലേ, ലൈക്ക് XP100, സ്പീഡ് 100, പവർ 100 ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇവൻ്റെ ഓൾറെഡി ഹാഫ് ടാങ്ക് പെട്രോൾ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ബാക്കി സ്പീഡ് 100 പെട്രോളും കൂടെ മിക്സ് ചെയ്തു. സോ ഓവറോൾ ഇവിടെ ഒരു എത്തനോൾ പ്രൊപ്പോർഷൻ കുറേ കൂടെ E10 ലെവലിലേക്ക് ഞാൻ എത്തിച്ചു കേട്ടോ. ഒരു സ്വന്തം വെറൈറ്റി E10 പെട്രോൾ പോലെ. ഫോർ മീ പേഴ്സണലി എനിക്ക് നല്ല ഡിഫറൻസ് കിട്ടി. ആ മിസ്ഫയർ പോലെ തോന്നിയതുണ്ടല്ലോ, അതൊക്കെ നല്ലപോലെ മാറി. ആക്സിലറേഷൻ റെസ്പോൺസൊക്കെ ഭയങ്കര ബെറ്ററായി. ഫ്യൂവൽ എക്കണോമിയും കുറച്ചുകൂടെ ഡിഫറൻസ് വന്നിട്ടുമുണ്ട്. ഓവറോൾ എനിക്കൊരു നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടി. സോ നിങ്ങളുടെ വണ്ടിക്കും ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് E20 കാരണം എന്തൊക്കെ ഇഷ്യൂസ് ആണോ ഉണ്ടായത് അതും കമൻറ്റ് ഡൗൺ ചെയ്യൂ. അൺടിൽ ദെൻ കീപ് ഡ്രൈവിംഗ്. ബൈ ബൈ.